ഹിബോൺ ചാക്കോ എഴുതിയ അഫെയർ എന്ന കഥ. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ. കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അഫെയർ ഇറോട്ടിക് ത്രില്ലർ പാർട്ട് 4. അവൻ മുഖമെടുക്കാതെ വന്നെന്ന് തോന്നിയ അവൾ മറുപടിയായി ഭാവം മാറാതെ പറഞ്ഞു, അവനെ നോക്കി നെറ്റിയൽപ്പം ചുളിപ്പിച്ച്. ഒന്നുമില്ലടാ, നീ കഴിക്ക്. 4. ഹണി ലിഫ്റ്റിലേക്ക് കയറി പുറത്തു നിന്നും. ലിഫ്റ്റിൻ്റെ ഡോർ സാവധാനം അടഞ്ഞു. ലിഫ്റ്റിലുണ്ടായിരുന്ന യുവാവ് ഹണിയെ ഇരുകൈകളാൽ അവളുടെ അരക്കെട്ടിന് മുകളിലായി ഹാൻഡ് ബാഗിൻ്റെ സ്ട്രാപ്പോട് ചേർത്ത് വട്ടം പിടിച്ച് തന്നോട് ചേർത്ത് ചുംബിച്ചു. അവളും പരിസരം മറന്നെന്ന വിധം അയാളോട് ചേർന്ന് പ്രവർത്തിച്ചു, അയാളെ അതേപടി അനുകരിച്ച്. ലിഫ്റ്റ് സാവധാനം താഴെ ബേസ്മെൻറ്റ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെയും ചുണ്ടുകൾ തമ്മിൽ പരസ്പരം പലതരത്തിലും ഭാവത്തിലും മത്സരിച്ച് പിണഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ പ്രവർത്തനം നിർത്താതെ തന്നെ അയാൾ അടുത്ത നിമിഷം തൻ്റെ കൈകളെ സ്വതന്ത്രമാക്കി അവളുടെ കോട്ടിനുള്ളിലെ മേൽവസ്ത്രത്തെ വലിച്ചു പൊക്കി അവളുടെ നഗ്നമായ ഇടുപ്പുകളിലും വയറിലും പരിസരങ്ങളിലുമൊക്കെയായി പിടുത്തമിട്ടും ഉരസിയും തുടങ്ങി. നടക്കുന്ന ചുംബന തീവ്രതയോടൊപ്പം ഇതുകൂടിയായതോടെ അവളുടെ കൈവിരലുകൾ അയാളുടെ പുറത്ത് കോട്ടിന് ചേർത്ത് ഇറുക്കി തുടങ്ങി. ഇരുവരും താൽക്കാലികമായെന്ന വിധം തങ്ങളുടെ നേത്രങ്ങളെ മറന്നെന്ന വിധം മുന്നോട്ട് പോകുന്ന നിമിഷം അവളുടെ ഇടുപ്പുകൾ വഴി അയാളുടെ കൈകൾ നഗ്നതയെ പുണർന്ന് മുകളിലേക്ക് കയറാനുള്ള പരിശ്രമമായി. പിന്നീടെന്തെങ്കിലും സംഭവിക്കുന്ന നിമിഷം ലിഫ്റ്റ് ബേസ്മെൻറ്റിലെത്തി നിന്നു. ഡോർ തുറന്നു തുടങ്ങി. ഉദ്ദേശം ഡോർ പൂർണ്ണമായും തുറന്നെന്ന സ്ഥിതിയായപ്പോൾ ഹണി നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ തീവ്രത മാനിക്കാതെ അയാളെ പ്രവർത്തനത്തിൽ നിന്നും പിന്തിരിപ്പിക്കും വിധം ഒന്ന് തള്ളിമാറ്റി സ്വതന്ത്രയായി. ഇരുവരും നടന്ന പ്രവൃത്തിയുടെ ഹാങ് ഓവറിലായിരുന്നു. ലക്ഷണം മുഖത്തും ചുണ്ടുകളിലും ശരീരമാസകലവും പ്രതിഫലിച്ചു നിന്നു. ഇരുവരും പരസ്പരമൊന്ന് നോക്കി നടന്ന പ്രവർത്തനത്തിൻ്റെ തീവ്രത വിടാതെ ഇരുവരെയും കാത്തെന്ന വിധം ബേസ്മെൻറ്റിലെ വിജനത മുന്നിട്ട് നിന്നു. ലിഫ്റ്റിൻ്റെ ഡോർ തുറന്നപടി തോളിൽ ഹാൻഡ് ബാഗുമേന്തി നിന്ന ഹണി കണ്ടത് തനിക്ക് മുന്നിലായി സാരി ഉടുത്തിരിക്കെ ഇടതു തോളിൽ മറ്റൊരു വിധത്തിലുള്ള ഹാൻഡ് ബാഗുമായി ഭാവമൊന്നും കൂടാതെ നിൽക്കുന്ന ഒരു മധ്യവയസ്കയെയാണ്. പിന്നിലായി പതിവ് സ്ഥാനത്തിന് മാറ്റം വരുത്തി ലിഫ്റ്റ് വാളോട് ചേർന്ന് നിൽക്കുകയാണ് പതിവ് പോലെ യുവാവ്. മധ്യവയസ്കയെ ഒന്ന് നോക്കി ലിഫ്റ്റിലേക്ക് കയറി യുവാവിനെയും ഒന്ന് നോക്കിയ ശേഷം യുവാവിനടുത്തായി അതുപോലെ ഹണിയും നിന്നു. 1-2 നിമിഷങ്ങൾ കഴിഞ്ഞതും മധ്യവയസ്ക തല ഇടത്തേക്ക് തിരിച്ച് ഹണിയെ മുൻനിർത്തി ചോദിച്ചു, ബേസ്മെൻറ്റിലേക്കാണോ? ഞാൻ അവിടേക്കാണ്. മറുപടിയായി ആദ്യമൊന്ന് തലയാട്ടിയ ശേഷം ഉടൻ ഹണി മറുപടി പറഞ്ഞു, അതെ. ചലനമില്ലാതെ താൻ എന്നും കാണുന്നപടി നിലകൊള്ളുകയായിരുന്നു യുവാവ്. മധ്യവയസ്ക മെല്ലെ ബേസ്മെൻറ്റിലേക്കുള്ള സ്വിച്ച് അമർത്തി. ലിഫ്റ്റിൻ്റെ ഡോർ സാവധാനം അടഞ്ഞു തുടങ്ങിയപ്പോൾ മധ്യവയസ്ക തൻ്റെ പഴയ സ്ഥാനം നിലനിർത്തി നിന്നു. ലിഫ്റ്റ് താഴേക്ക് മെല്ലെ സഞ്ചരിച്ചു തുടങ്ങി. യുവാവുടൻ തൻ്റെ ഇടതു കൈകൊണ്ട് അവളുടെ വലത്തെ അകംതുടയിൽ പിടുത്തമിട്ടു അവൾക്ക് പിന്നിലൂടെ. അവളുടൻ അയാളെ ഒന്ന് നോക്കിയതോടെ ആ കൈ മെല്ലെ ഉരസി മുകളിലേക്ക് മുന്നോട്ട് പോകുവാനാകാത്ത വിധം തടയപ്പെട്ട് നിന്നു. അവൾ തൻ്റെ നോട്ടം അയാളിൽ നിന്നും പിൻവലിച്ചിരുന്നില്ല. ആ സമയത്തെ എല്ലാ അവസ്ഥകളും ഒരുമിച്ചെത്തി അവളുടെ കണ്ണുകളെ മിഴിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. കൈയിരിക്കുന്ന തുടയുടെ ഭാഗത്ത് അയാളൊന്ന് പെട്ടെന്നമർത്തിയതിൻ്റെ ആഘാതത്തിൽ അവളുടെ തുടയിടുക്കുകൾ തമ്മിൽ അല്പം ഒന്നകന്നു. ആ നിമിഷങ്ങളിലൊന്നിൽ തന്നെ മുന്നോട്ട് നോക്കി നിൽക്കെ തന്നെ അയാൾ തൻ്റെ കൈവിരലുകളാൽ അവളുടെ യോനി ഭാഗത്ത് പാൻറ്റിന് മുകളിലൂടെ ഉരസി തുടങ്ങി. അവൾ മുന്നിലേക്ക് തല തിരിച്ചപ്പോൾ മധ്യവയസ്ക ചലനമില്ലാതെ നിൽക്കുകയാണ്, രംഗം ശ്രദ്ധിക്കാതെ. അയാളുടെ പ്രയോഗം കൈയുടെ 2 നടുവിരലുകൾ കൊണ്ട് മാത്രമായി. ഉടൻ ഹൃദയമിടിപ്പും ശ്വാസഗതിയും വർദ്ധിച്ച് ചെറിയ ഞെരുവിളിയോടെ അവൾ നിന്നു പോവുകയാണ്. അടുത്ത നിമിഷത്തിലൊന്നിൽ അയാൾ കൈ പിൻവലിച്ചു കൊണ്ടുവന്ന് അവളുടെ വലത്തെ ബട്ടോക്സിൽ പിടിച്ചമർത്തി. പെട്ടെന്നുണ്ടായ അതിൻ്റെ ആഘാതത്തിൽ അവളുടെ ഇരുകാലുകളും പ്രത്യേകം താളരഹിതമായി ഫ്ലോറിൽ ശബ്ദമുണ്ടാക്കി നിശബ്ദമായി. വർദ്ധിച്ചു വന്ന ശ്വാസഗതിയും ഹൃദയമിടിപ്പും പരമാവധി നിയന്ത്രിച്ചവൾ നിന്ന ആ നിമിഷത്തിലും മുന്നിലെ മധ്യവയസ്ക അനങ്ങിയില്ല. അവരിത് ശ്രദ്ധിച്ച മട്ടേയില്ലായിരുന്നു. അപ്പോഴേക്കും ലിഫ്റ്റ് ബേസ്മെൻറ്റിലെത്തി. അവൾ പഴയപടി തലയൽപ്പം കുനിച്ച് ഇരു കൈപ്പത്തികളും കൂട്ടി മുന്നിലേക്ക് പിടിച്ചു നിൽക്കുകയായിരുന്നു. അയാളാകട്ടെ പിൻവലിച്ചിരുന്ന കൈയും വലത്തെ കൈയും കൂട്ടിപ്പിടിച്ച് നേരെ നോക്കി ചലനമറ്റ് നിൽപ്പായിരുന്നു. ലിഫ്റ്റിൻ്റെ ഡോർ മെല്ലെ തുറന്ന ശേഷവും 1-2 നിമിഷത്തേക്ക് മധ്യവയസ്ക അനങ്ങിയില്ല. ശേഷം അവർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച ശേഷം ലിഫ്റ്റിൻ്റെ ഡോറിൽ നിന്ന് തിരിഞ്ഞു നിന്ന് ഇരു കൈകളും പരസ്പരം കെട്ടി നെഞ്ചിൽ വെച്ച ശേഷം ഇരുവരോടുമായി പറഞ്ഞു, നാണമില്ലേടോ, നിങ്ങൾക്ക് വേറെയൊരു സ്ഥലവും കിട്ടാനില്ലേ? ആദ്യ വാചകം യുവാവിനെ ഉന്നം വെച്ചായിരുന്നെങ്കിൽ
രണ്ടാമത്തേത് പഴയപടി നിന്നിരുന്ന എന്നാൽ തല മാത്രം ഉയർത്തിപ്പോയ ഹണിയോടായിരുന്നു. മൂവരും ചലനമില്ലാതെ അങ്ങനെ 3-4 നിമിഷങ്ങൾ നിന്നു. ഇരുവരെയും ഒരിക്കൽ കൂടി ഒന്ന് ശ്വാസം വിട്ട് മാറി മാറി നോക്കിയ ശേഷം അനക്കം കൂടാതെ മധ്യവയസ്ക തിരിഞ്ഞ് തൻ്റെ വാഹനം ലക്ഷ്യമാക്കിയെന്ന വിധം വെളിച്ചത്തെയും ഇരുട്ടിനെയും മാറി മാറി മറികടന്ന് മറഞ്ഞു. ഉടനടി യുവാവ് ലിഫ്റ്റിൽ നിന്നുമിറങ്ങി വലതുഭാഗത്തേക്ക് പതിവ് പോലെ നടന്നു. ഹണി അല്പനിമിഷങ്ങൾ ഉടൽ അയച്ച് തല പിന്നിലേക്ക് ചാരി ചുണ്ടുകൾ അല്പം തുറന്ന് ആലോചനയിലാണ്ട ശേഷം ധൃതിയിൽ യുവാവിനെ ലക്ഷ്യം വെച്ചെന്ന വിധം നടന്നു. ലിഫ്റ്റിനകത്തെ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിൻ്റെ മറവ് പറ്റി. തൻ്റെ കറുത്ത ബെൻസ് കാറിൽ മുന്നോട്ട് കുതിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്ന യുവാവിനെ പാസഞ്ചർ സൈഡിലെ ഗ്ലാസ്സിൽ വന്ന് തട്ടി ഹണി തുറക്കുവാൻ ആവശ്യപ്പെട്ട ഭാവം പ്രകടമാക്കി. 2 ദിവസം കഴിഞ്ഞ് എനിക്കൊരു ലീവ് ഉണ്ട്. ഈവനിങ് എൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നാൽ മതി. 36. അയാൾ ഗ്ലാസ് താഴ്ത്തിയപ്പോഴേക്കും തൻ്റെ ഹാൻഡ് ബാഗിൽ നിന്നും ഒരു കാർഡ് എടുത്ത് കുനിഞ്ഞു നിൽക്കെ അകത്തേക്ക് നീട്ടിയ ശേഷം ഹണി ഇങ്ങനെ പറഞ്ഞു. അയാൾ തൻ്റെ ഇടതുകൈയിലെ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് അപ്പാർട്ട്മെൻറ്റിൻ്റെ വിസിറ്റിംഗ് കാർഡ് എന്ന് തോന്നിക്കുന്ന അവൾ നീട്ടിയ കാർഡ് വാങ്ങിച്ചു. ശേഷം തന്നെ ഒരു പ്രത്യേക ഗൗരവഭാവത്തിൽ നോക്കി പഴയപടി നിൽപ്പ് തുടരുന്ന ഹണിയെ അയാൾ നോക്കി. 2 നിമിഷത്തിന് ശേഷം മുന്നിലേക്കൊന്ന് നോക്കിയ ശേഷം അവൾ അല്പം പിന്നിലേക്ക് അയാളെ തന്നെ പഴയപടി നോക്കി നീങ്ങിയ ശേഷം വന്ന വഴിയെന്ന വിധം തിരികെ നടന്നു. ഹാൻഡ് ബാഗ് തോളിൽ ഒന്നുകൂടി ഭദ്രമാക്കി. സ്റ്റാർട്ടിങ്ങിലായിരുന്ന അയാളുടെ കാർ അവൾക്ക് സമാന്തരമായി കുതിച്ചുപോയി. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ. കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.